അനുമോൾ നിന്ന് കുക്ക് ചെയ്യാണ്. അപ്പോൾ ആ മുൻഷി അവിടെ തന്നെ നിൽപ്പുണ്ട് ഇങ്ങനെ ചൊറിഞ്ഞ് ഓരോന്ന് പറഞ്ഞ്. എന്നിട്ട് അനുമോൾ പറയുന്നുണ്ട്, ചേട്ടാ ആ അരി ഒന്ന് വടിക്കുമോ? എനിക്കെൻ്റെ മീശ പോലും വടിക്കാൻ അറിഞ്ഞൂടാ, പിന്നല്ലേ അരി വടിക്കുന്നത്. അപ്പോൾ അനുമോൾ സാമ്പാറിൻ്റെ ടേസ്റ്റ് നോക്കാനായിട്ട് ചൂടോടെ തന്നെ എടുത്ത് സരികയുടെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട്. സരിക അതിങ്ങനെ കൊണ്ടുപോയി കൈ പൊള്ളിയെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തോട്ട് മാറിയിട്ട് ഉപ്പ് നോക്കിയിട്ട് തിരിച്ചു വന്നിട്ട് പറയുകയാണ്, എൻ്റെ കൈ അങ്ങ് പൊള്ളിപ്പോയി കേട്ടോ, നീ ഇത്ര ചൂടോടെ എൻ്റെ കയ്യിൽ എന്തിനാണ് ഒഴിച്ചു തന്നത്? അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, സാമ്പാറിന് ഉപ്പുണ്ടോ ചേച്ചി? ആ, സാമ്പാറാണെന്ന് നീ പറഞ്ഞാൽ അറിയും, അല്ലാതെ സാമ്പാറാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ലെന്ന് പറയുന്നുണ്ട്. രാവിലെ ഇങ്ങനെ വന്ന് ചോറിഞ്ഞുകൊണ്ട് നിന്ന് നമ്മുടെ ബിൻസിയുടെ കയ്യിലോട്ട് ഉപ്പ് നോക്കാനായിട്ട് അനുമോൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി അനുമോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ അതോ അറിയാതെ ചെയ്യുന്നതാണോ അറിയത്തില്ല. പക്ഷേ സംഭവം ഇപ്പോൾ രണ്ടാമത്തെ ആളിനാണ് പണി കിട്ടുന്നത്. വീണ്ടും സരികയുടെ അടുത്ത് അനുമോൾ കുറച്ച് സാമ്പാർ കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഉപ്പുണ്ടോ എന്ന് നോക്കി ചേച്ചി. അപ്പം മുൻഷി പറയുകയാണെ ഒരു 10-12 പ്രാവശ്യമായിട്ട് ഉപ്പ് നോക്കുന്നുണ്ട്. രാവിലത്തെ കിഴങ്ങറിക്കകത്ത് തന്നെ ഉപ്പ് കുറച്ച് കൂടുതൽ വാരി ഇട്ടെന്നൊക്കെ പറയുന്നുണ്ട്. രാവിലത്തെ കിഴങ്ങറി സൂപ്പറായിരുന്നു, ഈ സാമ്പാറും അടിപൊളിയെന്ന് നമ്മുടെ സരിക പറയുന്നുണ്ട്. ആ മുൻഷി അവിടെ വന്ന് നിൽപ്പുണ്ട്. അയാൾ നിൽക്കുന്ന നിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഫുഡ് ഇൻസ്പെക്ടർ ആണെന്ന്. അനുമോൾ പറയുന്നുണ്ട്, ഞാൻ ഇന്നും കൂടിയേ ഉള്ളൂ കുക്കിങ്ങിന്, നാളെ മുതൽ ഞാൻ കയറില്ല, നെവിനെ ഇങ്ങ് ഏൽപ്പിക്കത്തതേ ഉള്ളൂ. ഇന്ന് ഈ നേരം വരെ കുക്കിങ്ങിനായിട്ട് ഒരു മനുഷ്യർ വന്നിട്ടില്ല. കുക്ക് ചെയ്യുന്നതിൻ്റെ കഷ്ടപ്പാട് ആർക്കും അറിയില്ല. അപ്പം ആ മുൻഷി അവിടെ നിന്നിട്ട് പറഞ്ഞു, ഞാൻ രാവിലെ സവാള കട്ട് ചെയ്ത് തന്നതോ? തേങ്ങ ചിരകിയത് ശാരിക, അത് കേട്ട് സവാള കട്ട് ചെയ്തത് മുൻഷി. അപ്പം ഇനി ആരാ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഇവരെല്ലാം ഗസ്റ്റല്ലേ, ഇവിടെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻറ്റിനെ പറ്റിയാണ് അനുമോൾ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഇനി നിനക്ക് ഇളക്കാനായിട്ട് ആരെങ്കിലും വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയണേ, ഇവിടെ ഇളക്കുന്നത് നന്നായിട്ടിട്ട് ഇളക്കുന്നുണ്ട് എല്ലാവരും കൂടി. അനുമോൾ ഇടയ്ക്കൊക്കെ കുറുക്കി കൊള്ളുന്ന മറുപടി കൊടുക്കുന്നുണ്ട്, കാരണം അത്രയെങ്കിലും പറയണം. ഇവരുടെയൊക്കെ നാവടച്ചില്ലെന്നുണ്ടെങ്കിൽ ഇവർ തലയിൽ കയറിയിരുന്ന് ഡാൻസ് കളിക്കും.